സാരി ഉടുത്ത ശശികലയെ പോലെ തന്നെ കൊടും വിഷമായ ഒരു തട്ടമിട്ട ശശികലയുടെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ വനിതാ സംഗമത്തിൽ പർദ്ദയൊക്കെ ഇട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പച്ച വർഗീയ പരാമർശം നാട് കേൾക്കണം. സംഘപരിവാറിലെ ശശികലയെ എങ്ങനെയാണോ നമ്മൾ എതിർക്കുന്നത്, അതുപോലെ തന്നെ തട്ടമിട്ട ശശികലമാരും ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പച്ച വർഗീയത പറഞ്ഞ് മത കൺസോൾട്ടേഷന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയാണ്. മത ഏകീകരണത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. ആ പരിശ്രമം ഈ മതേതര നാടിനെ സംബന്ധിക്കുന്നിടത്തോളം അത്യന്തം അപകടകരമാണ്. എങ്ങനെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ തോളിൽ ചാരി കോൺഗ്രസ് അധികാരത്തിലേറാൻ ശ്രമിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ്. നമ്മൾ ആ പ്രതികരണത്തിന് ശേഷം ഈ അടുത്ത ദിവസം പേരാമ്പ്ര വിഷയവുമായി ബന്ധപ്പെട്ട് 2000 പള്ളികളുടെ ഖാളിയായിട്ടുള്ള പാണക്കാട് തങ്ങൾ ഈ അടുത്ത ദിവസം പറഞ്ഞ വാചകം കൂടി നിങ്ങളെ കേൾപ്പിക്കും. എന്നിട്ട് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തെ മതവർഗീയതയുടെ ഭാഗമാക്കുന്നത് RSSനെ പോലെ തന്നെ ലീഗ് എങ്ങനെയെന്ന് ഒന്ന് കണ്ടേ. ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കുക, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ആശയപരമായി പല വ്യത്യാസങ്ങളും നമുക്കിടയിൽ ഉണ്ടാവും, പല ആദർശ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ ആദർശ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ സമുദായത്തിനോ ദോഷം വരുന്ന വിധത്തിൽ ആവാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ഇടയിൽ ഈകെക്കാരുണ്ടാവും, APക്കാരുണ്ടാവും, മുജാഹിദ് ഉണ്ടാവും. സമസ്തയിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകളെ സ്വീകരിക്കുന്നവരുണ്ടാവും. നേതാക്കന്മാർ ചിലപ്പോ വ്യത്യസ്തരായിരിക്കും. പക്ഷേ ഒരു തരത്തിലും ഒരു അവസ്ഥയിലും നമ്മൾ ഭിന്നിച്ചു പോകരുത്. നമ്മൾ ഒന്നിച്ചു നിൽക്കാനുള്ളവരാണ്. നമ്മളെങ്ങാനും ഭിന്നിച്ചു പോയാൽ പരാജയമായിരിക്കും ഫലം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, 3/4 നൂറ്റാണ്ടിന്റെ 75 വർഷത്തിന്റെ പരിശ്രമത്തിന്റെ അടയാളങ്ങളാണ്, ഫലങ്ങളാണ് ഈ കാണുന്നതൊക്കെയും. നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതം സാംസ്കാരികപരമായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതൊക്കെയും നമ്മൾ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ്. ഒന്നിച്ചു നിൽക്കാത്ത ഒരു വിഭാഗത്തിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും, ഏത് വലിയ നേതാവായാലും, ഏത് വലിയ പണ്ഡിതനായാലും, നമ്മുടെ ഇടയിൽ, ജനങ്ങൾക്കിടയിൽ, സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ തള്ളപ്പെടേണ്ടവരാണ്. കാരണം ഭിന്നിച്ച ഒരു സമുദായത്തിലേക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബോധമുള്ളവരായിക്കൊണ്ട്, വിശ്വാസമുള്ളവരായിക്കൊണ്ട്, അഭിമാനബോധമുള്ളവരായിക്കൊണ്ട്, സ്വത്വബോധമുള്ളവരായിക്കൊണ്ട് വരും തലമുറയിലേക്ക് ഇതേ ഇസ്സത്തോടുകൂടി ഈ ഹരിത പതാക കൈമാറ്റം ചെയ്യാനുള്ള ആർജവമുള്ള വനിതകളായിട്ട്, വനിതാ രത്നങ്ങളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഇതും പോരാഞ്ഞിട്ട് കാസർഗോഡ് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാനവാസ് പാദുവിനെ സംബന്ധിച്ച് മുനാഫിക് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട്. മുനാഫിക് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി എന്നാണ് ലീഗിന്റെ കൊടും വിഷമായിട്ടുള്ള പർദ്ദയിട്ട ശശികല വിളിക്കുന്നത്. ഈ കാസർഗോഡ് മണ്ഡലം കണ്ടിട്ട് ഒരാളും പണി പിടിച്ചിറക്കേണ്ടതില്ല, അവിടെ തന്നെ പുറത്തിറങ്ങേണ്ടി വരുമെന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട്.
കടൽക്കൂപ്പുറത്ത് കടൽക്കൂപ്പുറത്ത് ഈ കാസർഗോഡിന്റെ മണ്ണ്. ഇത് കേട്ടതിന് ശേഷം ഈ അടുത്ത ദിവസമാണ് പേരാമ്പ്ര വിഷയത്തിൽ ഫാത്തിമ തെഹ്ലിയ എന്ന ഇതുപോലെ തന്നെ മറ്റൊരു തട്ടമിട്ട ശശികല ഈ നാട്ടിൽ പച്ചയ്ക്ക് മതം പറഞ്ഞ് മതവർഗീയതയിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാര കസേരകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ വന്നപ്പോൾ പാണക്കാട് തങ്ങൾ പറഞ്ഞ വാചകം നിങ്ങൾ കേൾക്കണ്ടേ? ദേ നോക്കി. ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന ഒരു ചരിത്രമോ പാരമ്പര്യമോ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ലീഗോ UDF-ഓ വർഗീയതയോ മതമോ പറഞ്ഞ് വോട്ട് പിടിക്കാറില്ലത്രേ. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ലീഗും മൗദൂദികളും ചേർന്ന് ചെയ്തിരിക്കുന്ന നെറുകെട്ട പ്രവർത്തനം എന്താണെന്നും കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടി ഇവർ എടുത്തിരിക്കുന്ന പണിയാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം. ഈ രീതിയിലാണ് ലീഗ് വിജയിക്കാൻ പോകുന്നതെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ, ഇതോടുകൂടി കേരളത്തിൽ UDF എന്ന സംവിധാനവും കോൺഗ്രസും അസ്തമിച്ച് സംഘപരിവാർ ഈ നാട്ടിൽ വളരാൻ പോവുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഈ നാട്ടിൽ കാട്ടിക്കൊണ്ട് ഭൂരിപക്ഷ മതവിഭാഗത്തിനിടയിൽ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ആ സൈഡിലും കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനുള്ള വിഷവിത്താണ് ലീഗ് പാകിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുകയാണെന്ന് ഈ പ്രതികരണങ്ങൾ വെച്ച് പറയേണ്ടി വരികയാണ്.